ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ കൂട്ടുകാരെ, ഞാനിന്ന് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുവാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ബിസിനസ്സിൽ അഥവാ ഹെയർ ആക്സസറീസ് ബിസിനസ്സിൽ എനിക്ക് ഉണ്ടായ ലാഭവും നഷ്ടവും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഈ ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൂടിയാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പം നമ്മൾ സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓൺലൈന് സജീവമായി ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ഇത്തരം ബിസിനസ്സുകൾ നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് വേണം നമ്മൾ ക്യാഷുകൾ ചിലവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കുണ്ടായൊരു ഫസ്റ്റ് തുടക്കത്തിൽ നല്ല ലാഭം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം, അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ വഴി നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഫീൽഡ് തന്നെയാണിത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ആളുകളാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫാൻസി അഥവാ ആക്സസറീസ് മാത്രമായിട്ടാണെങ്കിലും ഫാൻസി ആയിട്ടാണെങ്കിലും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ധാരാളമായി കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് തുടങ്ങി വെക്കുന്നവർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാവുക. അപ്പം ഞാൻ ഷോപ്പ് എടുക്കാനുള്ള കാരണം തന്നെ അതുകൊണ്ടാണ്. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ബൾക്കായി എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ ട്രെൻഡിങ് കഴിയുന്ന സമയം പിന്നെ ആർക്കും ആ സാധനം വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സാധനം ബാലൻസ് വന്നു. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഷോപ്പായിട്ട് തുടങ്ങിയാലോ എന്നാലോചിച്ചു. അപ്പോൾ ചെറിയ രീതിയിൽ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ ലളിതമായിട്ട് തന്നെ ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. കുറച്ചുകൂടി നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമായ ഫാൻസി കൂടി അല്പം ഏറെക്കുറെ തന്നെ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇപ്പോഴും എനിക്ക് സെയിലായിക്കൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ അതെനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും അൽഹംദുലില്ലാഹ് അതിനൊരു തീരുമാനം ഉണ്ടായി. ഈ ബീഡ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുകൊണ്ട് മാലയും ബ്രേസ്ലെറ്റും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കടയിലാണ് ഞാനിപ്പോൾ സെയിലാക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഫ്രീ കിറ്റോ അല്ലെങ്കിൽ ഓഫറോ മറ്റു കാര്യങ്ങളോ വെച്ച് കൊടുത്താൽ പോലും ആരും എന്നിൽ നിന്ന് വാങ്ങാതെയായി. കാരണം ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ഇറങ്ങുമ്പം, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പം അവരുടെ പിന്നാലെയാണ് ഓരോ പുതിയ ചാനലുകൾ, പുതിയ ആളുകൾ ഇറങ്ങുമ്പോൾ അവരിൽ നിന്നൊക്കെ വാങ്ങിച്ച് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്ന കസ്റ്റമേഴ്സുകളുണ്ട്. അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എവിടെയാണോ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ പുതിയ റേറ്റ് കുറച്ച് കിട്ടുന്ന എവിടെയെങ്കിലും തപ്പി നടക്കുവാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിനി എത്ര നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ ഇട്ടിട്ട് പോകും. അപ്പം അതുകൊണ്ട് പരമാവധി ഇത്തരം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ക്യാഷ് മുടക്കി ഇതൊന്നും വാങ്ങി വെക്കരുത്. പിന്നെ നമുക്ക് എപ്പോഴും ഷോപ്പ് തുടങ്ങാനോ ഒരു കടയിടാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ആർക്കും അപ്പം നഷ്ടം വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് നിങ്ങളോട് പറയുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റിയോ കഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെയിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ പക്ഷേ ഒരുപാട് ഓൺലൈൻ ബിസിനസ്സിൽ എനിക്കിപ്പം ബിസിനസ്സേ ഇല്ല, ഓൺലൈൻ കച്ചവടം തന്നെ എനിക്കില്ല ഇപ്പോൾ. കാരണം എനിക്കതിൽ ഭയങ്കര സങ്കടമാണ്. കാരണം പലരെയും ബിഗിനേഴ്സായിട്ട് വന്ന ആൾക്കാരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് ഫ്രീ ആയിട്ടാണെങ്കിൽ അങ്ങനെ അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ, കാരണം ഞാൻ ചുമ്മാ വാരി കൊടുക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവ പ്രകൃതം അങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് സെൻഡ് ചെയ്യാവുന്നൊരു പ്രവണതയാണുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്ന് സങ്കടം പറയുമ്പോഴത്തേക്കും ഞാൻ വേറൊന്നും ആലോചിക്കാറില്ല. എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യും. ഭയങ്കര ഓവറായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതിയായിരുന്നു.
പക്ഷേ അത് അവരുടെ ആ ഒരു അത്യാവശ്യ ഘട്ടം അവർ കഴിയുമ്പോഴേക്കും നമ്മളെ മറന്നു കളയുന്ന ഒരു രീതി. കാരണം അതുകൊണ്ടാണിപ്പോൾ ഞാൻ കിറ്റുകളൊന്നും ഓഫർ കിറ്റുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാത്ത. ആരും വാങ്ങുന്നില്ല. വെറുതെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളൊരു 100 രൂപ കിറ്റ് വെച്ചോ 150 രൂപ കിറ്റ് വെച്ചോ പക്ഷെ ആരും വാങ്ങണില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തത് നമ്മൾ വെച്ച് കൈ നീട്ടേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ ഷോപ്പിൽ തന്നെ വളരെ റേറ്റ് കുറച്ച് 10-ും 20-നും ഒക്കെ ആയിട്ട് തന്നെ ഞാൻ എൻ്റെ മെറ്റീരിയൽസ് സെയിലാക്കിക്കൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി റബ്ബ് തരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. എന്നാലും മെറ്റീരിയൽസൊക്കെ അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഷോപ്പിലേക്ക് വേണ്ടുന്ന പുതിയ പുതിയ മോഡലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് തുടരെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയിട്ട് തന്നെ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം എൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലാത്തൊരു സാധാരണ ഗ്രൂപ്പായിരുന്നു. അപ്പം എല്ലാവർക്കും പരസ്പരം എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. കാരണം നമുക്ക് വിശ്വാസമാണല്ലോ വലുത്. അപ്പോൾ ആ രീതിയിൽ ഞാനും ശ്രദ്ധിച്ചില്ല. അപ്പോൾ പലരും അതിൽ കിടന്നുകൊണ്ട് തന്നെ അവർ മറ്റു രീതിയിൽ ബിസിനസ് അവരുടേതായ രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് വന്നു. അപ്പോൾ ഈ ഒരു ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ് തന്നെ അവർ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും, റേറ്റ് മനസ്സിലാക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, അപ്പോൾ ആ രീതിയിൽ അവിടെ അവർ പുതിയ ബിസിനസ്സുകൾ ചിട്ടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാൻ സാധിച്ചു. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചതാകാം എന്നാണ് കരുതുന്നത്. എന്നിട്ടും ഞാൻ ആ ഗ്രൂപ്പ് നിലനിർത്തിക്കൊണ്ട് പോവുകയും പിന്നീട് തുടരെ എനിക്ക് ആരും മെറ്റീരിയൽസ് വാങ്ങാതായപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കിനി ആ ഗ്രൂപ്പ് കൊണ്ട് ഒരു ഉപയോഗം ഇല്ലയെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ, ഏത് ബിസിനസ്സിലായാലും നമ്മൾ ഇറങ്ങുമ്പോൾ ചതിവ് പറ്റാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. നമുക്കറിയില്ല നമുക്ക് ഏത് വഴിയിലൂടെയാണ് ആരാണ് നമ്മളെ ചതിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നമുക്ക് ചതിവ് പറ്റിയതിന് ശേഷം നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് മാത്രം. പിന്നെ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെയൊന്നും അല്ല. എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ അപൂർവം ചില ആളുകൾ മാത്രമാണ് ഇങ്ങനെ. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മുടെ അടുത്ത് മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പഴയ കാറ്റലോഗും അതുപോലെ തന്നെ പുതിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ഒക്കെ ആക്റ്റീവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മെറ്റീരിയൽസ് വേണ്ടെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.